കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിൽ സംഘർഷം. ദേശീയപാതയ്ക്കായി മണ്ണെടുക്കുന്നത് നാട്ടുകാർ തടഞ്ഞതോടെ പോലീസ് ബലം പ്രയോഗിച്ചു. വിവരങ്ങളുമായി രാഹുൽ കെ വി ചേർന്നുണ്ട്. രാഹുൽ, പോലീസും നാട്ടുകാരുമായി വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? വിജയലക്ഷ്മി, ജനകീയ പ്രതിഷേധത്തെ ലാത്തിയും ബൂട്ടും ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് പോലീസ് ചെയ്തതെന്നതാണ്. സ്ത്രീകൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്, പഞ്ചായത്ത് പ്രതിനിധികൾക്ക് പരിക്കുണ്ട്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ അടക്കം അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുന്നത് താൽക്കാലികമായി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. സമരസമിതി പ്രതിനിധികളുമായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നിലവിൽ ചർച്ച നടന്നു വരികയാണ്. രാവിലെ മുതലാണ്, കഴിഞ്ഞ മാസങ്ങളായി സ്ഥലത്ത് മണ്ണെടുപ്പ് നടക്കുന്നതാണ്. ഇന്ന് നാട്ടുകാർ കൂടുതൽ സംഘടിച്ചെത്തി വാഹനങ്ങൾ തടഞ്ഞതോടുകൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കമുണ്ടായത്. പോലീസിന്റെ വലിയ കാവൽ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും വാഹനങ്ങൾ തടയുന്നത് അനുവദിക്കില്ല എന്ന നിലപാട് പോലീസ് ആദ്യമേ തന്നെ സ്വീകരിച്ചു. ദൃശ്യങ്ങളിൽ കാണുന്നത് പഞ്ചായത്ത് മെമ്പർ സുരേഷ് കുമാറാണ്. അദ്ദേഹത്തെ പോലീസ് റോഡിലൂടെ വലിച്ചിഴച്ച് മാറ്റുകയാണ് ചെയ്തിരുന്നത്. വാഹനത്തിന് മുൻപിൽ ഇരുന്ന് പ്രതിഷേധിച്ച സമയത്ത് എന്നതാണ്. 4 സ്ത്രീകൾക്ക് പരിക്കേറ്റ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ബൂട്ടിട്ട് ചവിട്ടി പോലീസ് എന്നതാണ് അവർ പറയുന്ന കാര്യവും. സുരേഷോട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പോലീസിന്റെ സമീപകാലത്തൊന്നും നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള നടപടിയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായത്. ഞങ്ങളിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ല. ഈ റോഡിലൂടെ പ്രതിഷേധ ജാഥ നടത്തുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ പ്രതിഷേധ ജാഥയെ റോഡിൽ വെച്ച് CIയുടെ നേതൃത്വത്തിൽ തടഞ്ഞു നിർത്തി. അതിന് ശേഷം വനിതാ പ്രവർത്തകരെ അടക്കം, വനിതാ പോലീസൊന്നും ഇല്ലാതെ തന്നെ അവർ പലരെയും ചവിട്ടി കൂട്ടുകയുണ്ടായത്. എന്നെ അവർ 2 കൈയും പിടിച്ച് നിലത്തൂടെ കുറേ ദൂരം നിലത്തൂടെ വലിച്ചയച്ച് കൊണ്ടുപോയി ചെയ്ത്. അതിനനുസരിച്ച് ഒരു പ്രകോപനം ഉണ്ടായില്ല, വണ്ടി തടയലോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ വളരെ ഉള്ള അതിക്രമമാണ് അവർ ഇന്ന് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഒരു ജനകീയ സമരത്തെ എങ്ങനെയാണോ നേരിടേണ്ടത് എന്നാണല്ലേ? അതെ, ഒരു രീതിയിലും അവർക്ക് ഞങ്ങൾക്ക് എതിരായിട്ട് നടപടിയെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. ഞങ്ങൾ വണ്ടി തടഞ്ഞിട്ടില്ല. വണ്ടി തടയുകയാണെങ്കിൽ അറസ്റ്റ് വരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ട് വന്നതാണ്, അറസ്റ്റ് വരിക്കുമായിരുന്നു. എന്നാൽ വണ്ടി തടയൊന്നും ചെയ്യാതെ തന്നെ ജാഥ തടഞ്ഞു നിർത്തി അതിക്രമം കാണിക്കുകയാണ് അവർ ചെയ്തത്. സമരത്തിൽ നിന്ന് യാതൊരു വിധത്തിലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഈ സമരത്തിന്. ഇദ്ദേഹം ഒരു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഒരു വാർഡ് മെമ്പറോട് പോലീസ് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇദ്ദേഹത്തെ ഏകദേശം 50 മീറ്ററോളമാണ് ഈ സമരസമിതിക്ക് നേതൃത്വം നൽകാനുള്ള. അദ്ദേഹത്തിൻ്റെ വാർഡാണ്. ആ നാട്ടിൽ, ആ വാർഡിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ആ മെമ്പറെ വളരെ ക്രൂരമായിട്ടാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ മോശമായിട്ട് മീറ്ററുകളോളം കാല് പിടിച്ചു വലിച്ച് ഞങ്ങളെ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യരുത്, അദ്ദേഹം ഒരു വാർഡ് മെമ്പറാണ്, ഒരു മാന്യത കാണിക്കുമെന്ന് പറഞ്ഞപ്പം അതിൽ ചില ക്രിമിനലുകൾ ഇന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തെ ഇപ്പം നിലവിൽ ഇവിടെ കാണുന്നില്ല. അദ്ദേഹം ചെയ്തത് വനിതകളടക്കം ഇവിടെ റോഡ് ഉപരോധിച്ച സമയത്ത്, വണ്ടി തടഞ്ഞ സമയത്ത് ബൂട്ടിട്ട് അടിനാവിക്ക് ചവിട്ടിയിട്ട് ഇപ്പം സഹോദരിമാർ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അത്ര മോശമായ രൂപത്തിൽ ഒരു ജനകീയമായ സമരം, ഒരു രാഷ്ട്രീയ സമരമൊന്നുമല്ല. ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് ജനിച്ച മണ്ണ് ജീവിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നത്. നമ്മുടെ മുന്നിൽ മുണ്ടക്കയിലും ചൂരമേലും പുഞ്ചിരിവട്ടമൊക്കെ നമുക്ക് തെളിവുകളുണ്ട്. ആ സമയത്ത് ഇത്തരം വലിയൊരു മല ഇടിച്ച് നിരപ്പാക്കിയിട്ട് വലിയ രൂപത്തിലുള്ള 25 മീറ്ററോളം കുത്തനെയാണ് ഇടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി പറഞ്ഞപ്പോൾ കലക്ടർ അടുത്ത ആളുകളടുത്ത് ഇവർ സമരസമിതി അംഗങ്ങൾ പോവുകയും അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടും എന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഉണ്ടായി, പോലീസ് നടപടി ഉണ്ടായി. നിലവിൽ മണ്ണെടുക്കുന്നത് താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. താൽക്കാലികമായി, അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ സംഘർഷ സമയത്ത് ഡിവൈഎസ്പി ഉണ്ടായിരുന്നില്ല. പിന്നീട് സ്ഥിതിഗതികൾ വളരെ അതിരൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് പോയതോടുകൂടിയാണ് ഡിവൈഎസ്പിയൊക്കെ സ്ഥലത്തേക്ക് വന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സമരസമിതിയുടെ പ്രതിനിധികളുമായും
ചർച്ച നടന്നു വരികയാണ്. അതിനുശേഷമാണ് തുടർന്ന് അങ്ങോട്ട് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുക. മാർച്ച് മുതലാണ് കോഴിക്കാവ് കുന്നിൽ നിന്ന് ഈ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി മണ്ണെടുത്ത് തുടങ്ങിയത്. ശരി രാഹുൽ.